ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ആമസോണിൽ നിന്ന് ഒരു എയർ ഫ്രയർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, ഫിലിപ്സിൻ്റെ എയർ ഫ്രയർ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ കൊറിയർ ബോക്സ് വന്നിട്ട്. പാക്കഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടില്ല, ബോക്സ് തന്നെ. ആമസോണിൻ്റെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് സീൽ ചെയ്തിട്ടുണ്ടെന്നുള്ളൂ. നമ്മുടെ അത് ഈ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതിയമാതിരി കൊടുത്തിട്ടുണ്ട്. കേട്ടോ, കിച്ചൺ ഐറ്റം. അപ്പോൾ ഇതെനിക്ക് ബാംഗ്ലൂരിൽ നിന്നാണ് സാധനം വന്നിട്ടുള്ളത് കേട്ടോ. ഞാൻ അതിൽ ട്രാക്ക് ചെയ്ത് നോക്കിയിരുന്നു, ബാംഗ്ലൂരിൽ നിന്നാണ് വന്നിട്ടുള്ളത്. ഫിലിപ്സിൻ്റെ ആണ്, എയർ ഫ്രയറാണ്. ഇതെനിക്ക് എയർ ഫ്രയറിനെ പറ്റിയിട്ട് കാര്യമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാനായിട്ട് എനിക്കൊന്നും അറിയില്ല. എയർ ഫ്രയർ ഇപ്പോൾ ഇതുമ്മ റേറ്റ് കൊടുത്തിരിക്കുന്നത് 10,995 രൂപ ആണ് കൊടുത്തിട്ടുള്ളത്. ഇതിന് വാട്ട് വരുന്നത് 1400 വാട്ടാണ് വരുന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് എനിക്കറിയുള്ളൂ. മാനുഫാക്ചറിങ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ബാംഗ്ലൂരിൽ നിന്നാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ തന്നെ എനിക്കറിയുള്ളൂ, ഉണ്ടാക്കി നോക്കിയാലെല്ലാം അറിയുള്ളൂ. നമ്മൾ ഇത് എയർ ഫ്രയർ സംഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഓയിൽ കുറവായിട്ട്, ഓയിലില്ലാണ്ട് എന്ന് പറയാം. ഓയിലില്ലാണ്ട് നമ്മൾ ഫ്രൈ ചെയ്യാനും, ഫിഷ് ഫ്രൈ ചെയ്യാം, ചിക്കൻ ഫ്രൈ ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങൾ, സമൂസ, കട്ട്ലേറ്റ്, സാൻഡ്വിച്ച് മേക്ക് ചെയ്യാൻ, അതെല്ലാം ഉണ്ടാക്കാൻ പറ്റും. ബ്രെഡ് ടോസ്റ്റ് ചെയ്യാൻ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയാണ് ഇവിടെ ചിക്കൻ്റെ പടം കൊടുത്തിട്ടുണ്ട്, ഒരെണ്ണം കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് ഓപ്പൺ ചെയ്യാൻ പോകുന്നത്, അൺബോക്സ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഇത് തുറന്ന വഴിക്ക് ഇതിനകത്ത് പിന്നെ യൂസർ മാനുവലും പ്ലസ് വന്നിട്ടുള്ള നോക്കാം. പിന്നെ എനിക്ക് വാറണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് 1 വർഷം കൊണ്ട് ഉള്ളു വാറണ്ടി. അപ്പം ഞാൻ ഇതിന് വാറണ്ടി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആമസോണിൽ കുറച്ച് പൈസ കൊടുത്തിട്ട് 200 സംതിങ് ആയിരുന്നു വാറണ്ടി എക്സ്റ്റെൻഡ് ചെയ്തുള്ളൂ. ഇത് റേറ്റ് ഞാൻ പറഞ്ഞില്ല, ഇതിൽ 11,000 കൊടുത്തിട്ടുണ്ടെങ്കിലും ഞാൻ മേടിച്ചത് ഓഫർ പ്രൈസിനാണ്. 6,500 രൂപയാണ് ആമസോണിൽ ഓഫർ ഉണ്ടായിരുന്നത്. ഫ്ലിപ്കാർട്ടിലും സെയിം റേറ്റ് തന്നെയായിരുന്നു. ആമസോണിൽ പെട്ടെന്ന് എനിക്ക് പ്രൈമുള്ള കാരണം പെട്ടെന്ന് വരും. നല്ല ആമസോണിൽ ഓർഡർ ചെയ്തു, മിനിയാന്ന് ഓർഡർ ചെയ്ത് ഇന്ന് വന്നു. പിന്നെ അതല്ലാണ്ട് പിന്നെ ഞാൻ ICICI ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ട് മേടിച്ചത്. അത് മേടിച്ചപ്പോൾ എനിക്കൊരു 650 രൂപ പിന്നെയും കുറഞ്ഞു കേട്ടോ. പിന്നെ പ്ലസ് ഞാൻ വാറണ്ടി എക്സ്റ്റെൻഡ് ചെയ്തതിൻ്റെ പൈസ കൂടി കൂടി. ഇതിൽ കൊടുത്തിട്ടുണ്ട്, ഇംഗ്ലീഷിലും കൊടുത്തിട്ടുണ്ട്, എല്ലാ ഭാഷയും കൊടുത്തിട്ടുണ്ട് കേട്ടോ. കേക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുമേ, കേക്ക്, ഫ്രഞ്ച് ഫ്രൈസ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റും. വെജിറ്റബിളൊക്കെ നല്ലത്, എന്താ പറയുക, കുക്ക് ചെയ്യാനല്ല, നമ്മളെ ഫ്രൈ മറ്റേ സാൻഡ്വിച്ചിനായിട്ടുള്ളൊരു ഫ്രൈ ഇല്ല, അതേപോലെ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ഉള്ളത് കേട്ടോ. ഇതൊക്കെ തന്നെ ഉള്ളത്. ചെറിയൊരു യൂസർ മാനുവലും കാര്യങ്ങളൊക്കെ ആയിട്ട് കൊടുത്തിട്ടുള്ളൂ. വാറണ്ടിയൊക്കെയാണ്, ഇൻ്റർനാഷണൽ വാറണ്ടി കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഈ സാധനം ഒന്ന് തുറക്കാം. തുറക്കുമ്പോൾ നമുക്ക് മൂടി വെച്ചിട്ടുണ്ട്. ഇതാണ് കേബിൾ വരുന്നത്. ഇതിനകത്തൊന്നുമില്ല കേട്ടോ, ബോക്സ് മാറ്റി വയ്ക്കുകയാണ്. ഇതാണ് നമ്മുടെ എയർ ഫ്രയർ. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇത് സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ എയർ ഫ്രയർ. ഇതാണ് എയർ ഫ്രയർ. ഇവിടെ ടൈം സെറ്റ് ചെയ്യാനുള്ള ഒരു കീ കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെ ബട്ടത്തിരിക്കുന്നത്. പിന്നെ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാനുള്ള സംഭവം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിൽ എന്തൊക്കെയാണ് കുക്ക് ചെയ്യേണ്ടത്, ബേക്ക് ചെയ്യാൻ, അങ്ങനെ ഫ്രൈ ചെയ്യാൻ, കുക്ക് ചെയ്യാൻ, അങ്ങനെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്കിത് ഇവിടുത്തെ സ്റ്റിക്കറിങ് വലിച്ചളയാം. ഇവിടുത്തെ സ്റ്റിക്കറാണ് വലിച്ചളയുക. നമുക്ക് ഈ എയർ ഫ്രയർ പുറത്തേക്ക് എടുത്ത് നോക്കാം. ഞാൻ എടുക്കണമെന്ന് എനിക്കറിയില്ല കേട്ടോ. ഓക്കെ, ലിവറുണ്ട്, വലിച്ചു നോക്കാം.
ജസ്റ്റ് ഈ സാധനം കണ്ടോ മുകളിൽ ഇതിങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഇങ്ങോട്ട് പോരും. അപ്പോൾ ഇതാണ് നമ്മുടെ എയർ ഫ്രയറിൻ്റെ ഉൾഭാഗം. ഇതാണ് ഇതിൻ്റെ ഉൾഭാഗം കണ്ടോ. ഇത് ഹീറ്റായിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എയർ വരണമായിരിക്കും. അങ്ങനെയാണ് എയർ ഫ്രയർ. അങ്ങനെയല്ലേ, എയർ ഫ്രയർ അല്ലേ. ഒരു ഫാനുണ്ടാവും. അപ്പോൾ ഇതാണ് കുക്ക് ചെയ്യാനായിട്ടുള്ള ഇതിൻ്റെ സംഭവം കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ വെച്ച് നമുക്ക് കുക്ക് ചെയ്യാം. ഇതൊക്കെ എങ്ങനെ ഊരിയെടുക്കാമെന്നൊന്നും എനിക്കൊരു ഐഡിയ ഇല്ല. ഇത് യൂസർ മാനുവലിൽ കൊടുത്തിട്ടുണ്ടാവും. അത് നോക്കിയിട്ട് നമുക്ക് ഊരിയെടുക്കാം. കാരണം ഞാനിനി ആവശ്യമില്ലാത്തൊക്കെ ഊരിയെടുത്തിട്ട് ഫുള്ള് മൊത്തത്തിൽ സീനായി പോകണ്ടല്ലോ. ഞാൻ തിരിച്ചീനുള്ളിലേക്ക് വയ്ക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതുള്ളൂ കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ഒരു എയർ ഫ്രയർ ഉണ്ട്. പിന്നെ ഇത് യൂസർ മാനുവൽ ഇൻസ്ട്രക്ഷനായിട്ടുള്ള വാറണ്ടി കാർഡും കാര്യങ്ങളൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. വേറെ ഒന്നുമില്ല ഈ ബോക്സിനകത്ത്. ഇത്രേ ഉള്ളൂ വീഡിയോ. ഈ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഇവിടെ നന്ദിയുണ്ട്. വീണ്ടും ഒരു വീഡിയോയിൽ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബൈ.